നരകത്തിന്റെ കവാടങ്ങൾ മുഴുവനും അടച്ചിടുന്ന മാസമാണ്. കബറാളികളുടെ ശിക്ഷ നിർത്തിവെക്കുന്ന മാസമാണ്. ഈ റമളാൻ മാസത്തിലാണ് പാതിരാത്രി എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്ത് 11 മാസം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചില്ലേ? ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് മതിമറന്നു ആസ്വദിച്ച് നടന്നില്ലേ? ചെറുപ്പക്കാരാ, ഒരു മാസം നിനക്ക് കഴിയില്ലേടാ? 12 മാസത്തിൽ ഒരു മാസം പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിനക്ക് ഫുട്ബോളിന്റെ നേതാക്കന്മാര് മതിയല്ലോ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ നോമ്പാ പൊന്നുപോരെ, നീ പടച്ചവന്റെ മുന്നിൽ രക്ഷപ്പെടുമെന്ന് കരുതണ്ട ചെറുപ്പക്കാരാ. റമളാൻ വന്നിട്ട് നന്നാവാത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പെങ്ങന്മാരോട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. അള്ളാന്റെ റസൂല് പറയുമ്പോ സഹാബത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് പറയുന്നു, സഹാബാ, പരലോകത്ത് അല്ലാന്റെ കോടതിയിൽ അല്ലാന്റെ റസൂല് നിൽക്കുമ്പോ, പ്രവാചകം ജനങ്ങളെ സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ, ശഫാഅത്ത് ചെയ്ത് ജനങ്ങളെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുമ്പോ, ഒരു ചെറുപ്പക്കാരന് നരകത്തിന്റെ മലക്കുകളെ ചങ്ങലയിൽ കെട്ടിയിട്ട് വലിച്ചിടച്ചു കൊണ്ടുവരികയാണ്. ഒരു ചെറുപ്പക്കാരനെയുണ്ടല്ലോ ചങ്ങലയിൽ കെട്ടിയിട്ട് മലക്കുകൾ വലിച്ചു കൊണ്ടുവരികയാണ്. കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് അവന്റെ മുഖത്തടിച്ചു കൊണ്ടിരിക്കുകയാ. ഈ ചെറുപ്പക്കാരൻ അല്ലാന്റെ റസൂലിന്റെ മുന്നിലെത്തുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാ, ആരുമില്ല നബിയേ, ആരുമില്ല നബിയേ, എല്ലാരും എന്നെ കൈയൊടിഞ്ഞ് നബിയേ, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവോ? എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ, എല്ലാവർക്കും സ്വർഗം കൊടുക്കുന്നല്ലോ. കാരുണ്യത്തിന്റെ നേതാവേ, എന്നെ കൂടെ വന്ന് സ്വർഗത്തിലേക്ക് വിടുവോ? ആ സമയത്ത് മലക്കുകൾ ഈ മനുഷ്യനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കിടന്ന് കരഞ്ഞുകൊണ്ട് യാചിക്കുകയാണ്. ആ കരച്ചല കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ റസൂല് 2 കൈയും ഉയർത്തുകയാ. പടച്ചവന്റെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നിട്ട് 2 കൈയും ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാണ്. പടച്ച റബ്ബേ, ഈ പാവപ്പെട്ടവര് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാ. ദുആ ചെയ്ത് തീരുമ്പോ ആകാശത്ത് നിന്നൊരു അശരീരി കേൾക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, അവന് വേണ്ടി ദുആ ചെയ്യല്ലേ, സ്വീകരിക്കില്ല നബിയേ, സ്വീകരിക്കില്ല നബിയേ, അങ്ങ് ദുആ ചെയ്താലും സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, യാ ഇലാഹി, എന്റെ പടച്ച റബ്ബേ, എനിക്കിഷ്ടമുള്ളവർക്ക് സ്വർഗം കൊടുക്കാ, എനിക്കിഷ്ടമുള്ളവരെ സ്വർഗത്തിൽ പറഞ്ഞു വിടാ. നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്, നീയല്ലേ പടച്ചവരെ അനുവാദം തന്നത്. എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണമെന്താ? ആ സമയത്ത് വിളിച്ചു പറയുന്നു, നബിയേ, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്, അവന്റെ ദുആ തടയുന്ന ഒരു വസ്തുവുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, റബ്ബേ, ആരാ അല്ലാ? എന്റെ ദുആയെ തടയുന്ന വസ്തുവാരാ? എന്റെ ദുആയെ തടയുന്ന വസ്തുവാരാ? എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസം ഇറങ്ങി വരികയാ, റമളാൻ മാസം ഇറങ്ങി വരികയാ. എന്നിട്ട് പറയുന്നു, നബിയേ, ഒരു സുന്നത്തിനൊരു ഫർളിന്റെ കൂലിയായിരുന്നു നബിയേ, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലിയായിരുന്നു നബിയേ. ഓരോ രാത്രിയിലും ഓരോ ലക്ഷം പേരെയാണ് പടച്ചവൻ നരകത്തിൽ നിന്ന് കരകയറ്റിയത്. അല്ലാഹു കോടാനി കോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് കയറ്റിയ മാസമാണ്. റഹ്മത്തിന് 10 ദിവസം അല്ലാഹു കൊടുത്തല്ലോ. ചെയ്തു പോയ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് നന്നാവാൻ അല്ലാഹു ഇവന് 10 ദിവസം കൊടുത്തല്ലോ. നരകത്തിൽ നിന്ന് കരകയറി സ്വർഗത്തിലെത്താൻ അല്ലാഹു 10 ദിവസം ഇവന് കൊടുത്തല്ലോ. അല്ലാഹുവിന്റെ നബിയോട് അതാ മലകതാ പരലോകത്ത് വെച്ച് റമളാൻ ചോദിക്കുന്നു, നബിയേ, കൊച്ചുകുട്ടികളുടെ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ,
കൊച്ചു കുട്ടികൾ നോമ്പ് പിടിക്കുന്ന മാസമായിരുന്നല്ലോ. അല്ലാഹുവേ, കാഫിരീങ്ങൾ പോലും നോമ്പ് പിടിക്കുന്ന മാസമാണ്. പള്ളിയിൽ പോയി കൊച്ചു മക്കളെ തറാവീഹ് നിസ്കരിക്കുന്നവരല്ലേ. വീട്ടിൽ ഉമ്മമാര് നിസ്കരിക്കുമ്പോ പൊടിക്കുഞ്ഞുങ്ങൾ ഉമ്മയുടെ കൂടെ വന്ന് നിസ്കരിക്കുന്ന മാസമായിരുന്നല്ലോ. അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങൾ വാരിക്കോരിക്കൊടുത്ത റമദാനിൽ ഇവൻ നന്നാവാത്തവനാ നബിയേ, ഇവൻ നിസ്കരിക്കാത്തവനാ നബിയേ, ഇവൻ പരസ്യമായി തിന്നവനാ നബിയേ. രാത്രി കരഞ്ഞു ദുആ ചെയ്യേണ്ട സമയത്ത് ഇവൻ പോയിരുന്ന് ഫുട്ബോൾ കളി കണ്ടവനാ നബിയേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചെലവഴിച്ചവരാണ്. രോഗം പിടിച്ച വാപ്പമാര് പോലും പള്ളിക്കകത്ത് കസേരയിൽ ഇരുന്നിട്ട് പടച്ചവരെ പാതിരാത്രിയിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ കാഞ്ഞങ്ങാട് പുതുകോട്ട പള്ളിയുടെ വെളിയിൽ നിന്ന് കാര്യം പറഞ്ഞവരാ. ഇസാഖിബെ പടച്ചവരെ കളിയാക്കിയവരാണ്. അതുകൊണ്ട് നബിയേ, ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ, ഇവന് വേണ്ടി ദുആ ചെയ്യല്ലേ. വിശുദ്ധമായ റമളാൻ കരയുകയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാ, ആർക്ക് സ്വർഗം കൊടുത്താൽ ഇവന് സ്വർഗം കൊടുക്കല്ലേ അല്ലാ. അതുകൊണ്ട് റമളാൻ മാസമാ പൊന്നുപോലെ, മറ്റുള്ള മാസങ്ങൾ പോലെയല്ല, മറ്റുള്ള മാസങ്ങൾ പോലെയല്ല. അതുകൊണ്ട് ചെറുപ്പക്കാര, 5 നേരത്തെ നിസ്കാരം മറക്കല്ലേ. 70 ഫർള് നിസ്കരിച്ച കൂലിയാ. ഇന്ന് ദുഹറിന് പള്ളിയിൽ പോയി നീ നിസ്കരിക്കുമ്പോ നിനക്ക് കിട്ടുന്ന പ്രതിഫലം റമളാനല്ലാത്ത മാസങ്ങളിൽ 70 ദുഹർ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാ പൊന്നുപോലെ. പാഴാക്കല്ലേ, പാഴാക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പെങ്ങളെ ഖുർആൻ ഓദിക്കോ, ഖുർആൻ ഓദിക്കോ. 11 മാസം TV കണ്ടവളല്ലേ, സീരിയൽ കണ്ടവളല്ലേ, ആസ്വദിച്ചവളല്ലേ. ഇനിയെങ്കിലും ഒന്ന് നന്നാവ് പൊന്നുപോലെ. നാളെ ജീവിച്ചിരിക്കുമെന്നുറപ്പില്ലല്ലോ, നാളെ ജീവിച്ചിരിക്കുമെന്നുറപ്പില്ലല്ലോ. ഫർദ് ധരിച്ചാ മാത്രം പോരാ, കയ്യിലെ തസ്ബീഹ് പിടിച്ചുകൊണ്ട് ജനങ്ങളെ കാണിച്ചാ പോരാ, ഇൽമിന്റെ സദസ്സുകളിലേക്ക് കടന്നു വന്നാ പോരാ. പൊന്നുമോളെ, പടച്ചവന്റെ സ്വർഗത്തിൽ പറന്നു പോകേണ്ടവളാ. പറവകളെ പോലെ പറക്കണ്ടേ, സുഹദാക്കളെ പോലെ പറക്കണ്ടേ, ആയിഷ ബീവിയെ പോലെ പോകണ്ടേ, ഖദീജ ബീവിയെ പോലെ പോകണ്ടേ, നഫീസത്തുൽ മിസ്രിയെ പോലെ പോകണ്ടേ, ദിന്നൂറിൽ മിസ്രിയെ പോലെ പോകണ്ടേ, മഹദിയായ മാഷിദ ബീവിയെ പോലെ ഖബറിനകത്ത് കിടന്നു സുഖിക്കണ്ടേ. പൊന്നുമോളെ, കരഞ്ഞോ പൊന്നുമോളെ. അത് റമളാനിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, റമളാൻ മാസത്തിൽ ആരെങ്കിലും ഒരായത്തോതിയാല്, റമളാൻ മാസത്തിൽ ആരെങ്കിലും പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോതിയാ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ, ആരെങ്കിലും ഒരു ദിവസം ഒരായത്തോതിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 100 വർഷം നിസ്കരിച്ച പ്രതിഫലമാ പൊന്നുപോലെ. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് 6666 ആയത്തുകൾ, 114 സൂറത്തുകൾ. പൊന്നുമോളെ, ഖുർആനിലെ ഖുൽ ഹുവല്ലാഹു അഹദ് ഒരായത്തോദിയാ, ഒരായത്തോദിയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലം 100 വർഷത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമാ. പറയുന്നത് സിറാജല്ല, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. 100 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലമാ പൊന്നുമോളെ. പാഴാക്കാതെ ഖുർആൻ ഓദിക്കോ, റമളാനിലെ ഖത്ം ഓതി തീർത്തോ. പ്രായമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് ഈ ആയുസിന്റെ ഇടയിൽ ഒരത്തമെങ്കിലും ഓതാ തയ്യാറെടുത്തോ. എന്റെ പ്രിയമുള്ളവരെ, റമളാൻ മാസമാണ്. റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ, റമളാൻ മാസം വന്നിട്ട് നന്നാവാത്തവനുണ്ടല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ്, റമളാൻ മാസം നല്ല രീതിയിൽ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, റമളാൻ മാസം സന്തോഷത്തോടെ വിട പറഞ്ഞു പോയില്ലെങ്കിൽ, അടുത്ത റമളാനിന് മുമ്പ് ആ മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. വിശുദ്ധമായ റമളാൻ മാസം നമ്മളിൽ വന്നു ഒരു അതിഥിയായിട്ട്. എന്നിട്ട് നമ്മുടെ അതിഥി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ അടുത്ത റമളാനിന് മുമ്പ് നീ മരിച്ച നിനക്ക് നരകം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ.